ഇൻസ്റ്റാഗ്രാമിലെ റീൽസിന് അൺലിമിറ്റഡ് വ്യൂസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ലൈക്സ് ഒക്കെ കൂട്ടുന്ന കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ കിടക്കുന്ന കാണാൻ സാധിക്കും. ശരിക്കും വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ അതും ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒത്തിരി വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാം അൺലിമിറ്റഡ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ലൈക്സ് ഒക്കെ കൂട്ടുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിന് അൺലിമിറ്റഡ് ആയിട്ട് വ്യൂസ്, നിങ്ങൾക്ക് 1 മില്യൺ വ്യൂസ് വേണോ, 2 മില്യൺ വേണോ, 10 മില്യൺ വ്യൂസ് വേണോ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് കൂട്ടാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് എഴുതി അറിയിക്കുക. കാരണം നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്കാകെയുള്ള ഒരു ഉന്മേഷം. കാരണം വീഡിയോ സ്കിപ്പ് അടിക്കില്ല. 10,000-2,000 പേര് മേളിൽ വീഡിയോസ് കാണുന്നുണ്ട് ആൾക്കാർ. ഇവർ കമൻറ്റ് എഴുതിയാലല്ലേ ആ ഒരു മോട്ടിവേറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതെങ്കിലും കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് എഴുതുക. വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക, മുഴുവനായിട്ട് കാണുക. എന്തിനാണ് നമ്മൾ സ്കിപ്പ് അടിക്കുന്നത്? ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളും പരിചയപ്പെടാം. എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റീൽസ് വ്യൂസിനെ കൂട്ടാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് പരിചയപ്പെട്ടാലോ? ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എഴുതാൻ മറക്കരുത്, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം മച്ചാന്മാരെ, നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെബ്സൈറ്റ്. ഇതുവഴി എങ്ങനെയാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് വ്യൂസ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതൊരു ടൂളാണ്. നമ്മൾ ഫണ്ട് കൊടുത്തുകൊണ്ടാണ് കൂട്ടുന്നത്. പക്ഷേ നമ്മൾ വലിയ ഫണ്ടൊന്നും കൊടുക്കേണ്ട. 1 രൂപയ്ക്ക് 2 രൂപയ്ക്കും 10 രൂപയ്ക്കും 30 രൂപയ്ക്കും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യൂസ് കൂട്ടാൻ പറ്റും. ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക. ഇതിങ്ങനെ കൂട്ടാൻ പറ്റുന്ന കേരളക്കാരിറക്കിയ ഒരു വെബ്സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ 5-നും 10-നും 30-നും ഒക്കെ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ധാരാളം വ്യൂസ് കൂട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് കൊടുത്ത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. നിങ്ങൾക്ക് പ്രയോജനപ്രദമാവും. അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു സൈറ്റിലേക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചാന്മാരെ, എനിക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് പ്രൂഫോ ഒന്നോ കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ലോഗോയോ കാര്യങ്ങളോ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും തരുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു തരികയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അതേപോലെ ഇവർക്ക് വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, സപ്പോർട്ടൊക്കെ ഫുൾ ടൈം ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും. മലയാളികളാണ്. അപ്പോൾ നമുക്ക് നേരെ സൈറ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പരിചയപ്പെടാം. ഈ സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട്. താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട്. ഈ ഒരു സൈറ്റ് നമ്മൾ പ്രത്യേകമായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടി ആ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരെ അക്കൗണ്ട് ക്രിയേഷൻ പേജിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക, പിന്നെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. അവിടെ അടിച്ച സെയിം പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് കൊടുക്കുക. ശേഷം താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യാനുണ്ട്. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കൊടുക്കട്ടെ. സിമ്പിളാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പേര് അമൽ കൃഷ്ണൻ, ഇമെയിൽ അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്തു. ശേഷം പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്തു. അടുത്ത പാസ്വേഡ് ആ സെയിം പാസ്വേഡ് തന്നെ നമ്മൾ എൻ്റർ ചെയ്തു. ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൽ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ 4000 സംതിങ് ഓർഡേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ മെയിൽ കാണാൻ സാധിക്കും. ആൾക്കാർ ഓർഡർ ചെയ്തേക്കുന്നതാണ്. പിന്നെ അതേപോലെ 3 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ വാട്സാപ്പ് നമ്പരും സപ്പോർട്ട് മെസ്സേജ് അയക്കാം. ഡയറക്റ്റ് വാട്സാപ്പിൽ പോയി മെസ്സേജ് അയക്കാവുന്നതൊക്കെയാണ്. പിന്നെ ഇതിലെങ്ങനെയാണ് വ്യൂസ് കൂട്ടാമെന്ന് പറഞ്ഞുതരാം. പിന്നെ വ്യൂസ് മാത്രമല്ല കേട്ടോ ഇതിൽ കൂട്ടാൻ പറ്റുന്നത്, ഫോളോവേഴ്സും ലൈക്സും വ്യൂസും എല്ലാം കൂട്ടിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് നേരെ ഇതെങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ, പിന്നെ ഈ റീൽസ് വ്യൂസ് ആണെങ്കിലും ഫോളോസ് ആണെങ്കിലും ലൈക്സ് ആണെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ട് പബ്ലിക് ആണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഇൻക്രീസ് ആവുകയുള്ളൂ കേട്ടോ. പറഞ്ഞ വ്യൂസൊക്കെ ആണെങ്കിലും അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ഇത് കൂട്ടാന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടെ സർവീസ് എന്നുണ്ട് കേട്ടോ. ഈ ഒരു സർവീസ് ക്ലിക്ക് ചെയ്യുക. സർവീസ് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാം, ഇൻസ്റ്റഗ്രാം വ്യൂസ് കൂട്ടാം, ഇൻസ്റ്റഗ്രാം ലൈക്സ് കൂട്ടാം, ഇൻസ്റ്റഗ്രാം വ്യൂസ് കൂട്ടാം, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം വ്യൂസ് എങ്ങനെ കൂട്ടാമെന്നാണ് പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി ഇവിടെ ഇൻസ്റ്റഗ്രാം വ്യൂസ് എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ ഇത് അപ്പോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് കാണാൻ സാധിക്കും. 30 രൂപയ്ക്ക് 1000 വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. 30 രൂപയ്ക്ക് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് താപ്പോട്ട് നീക്കിയിട്ട് ഈ ലിങ്ക് എന്നുള്ള ബോക്സ് കണ്ടോ,
ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് റീലിനാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം റീലിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഗായ്സ്. ഓക്കെ, റീലിൻ്റെ ലിങ്ക് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. റീലിൻ്റെ ലിങ്ക് അവിടെ ഏത് റീൽസിനാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്നുള്ളതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി എന്നൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് എന്താണെന്ന് വെച്ചാൽ എത്ര വ്യൂസ് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 1000 വ്യൂസ് വേണം, അല്ലെങ്കിൽ ഒരു 2000 വ്യൂസ് വേണമെങ്കിൽ 60 രൂപ, 1 മില്യൺ 20 മില്യൺ വ്യൂസ് വേണമെങ്കിൽ നമുക്കിത് വെച്ച് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒരു 1000 വ്യൂസ് നമ്മൾ 1000 എന്ന് എൻ്റർ ചെയ്ത് ലിങ്കും കൊടുത്ത് എന്നിട്ട് നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കണം. പ്ലേസ് ഓർഡർ കൊടുത്താൽ ഇത് ഓർഡർ സക്സസ് ആവും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മേലോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട് ഉണ്ടല്ലോ, മേളിൽ തന്നെ 3 ഡോട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഡേഴ്സിനകത്ത് കാണാൻ സാധിക്കുക വ്യൂസ് കയറാൻ തുടങ്ങുന്നോ സ്റ്റാർട്ടായെന്നോ ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ കയറി തുടങ്ങും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ 1000 വ്യൂസ് കൂട്ടുന്നതിന് പൈസ കൊടുക്കണമല്ലോ, 30 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതിൽ ഫണ്ട് ആഡ് ചെയ്യണം. ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യേണ്ടതാണ് നമ്മൾ ആദ്യം ഈ സൈറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ ഇവിടെ സർവീസ് എന്നുള്ളത് അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത്. ഫോളോസ് കിട്ടേണ്ട അക്കൗണ്ട് ഏതാണോ അക്കൗണ്ട് യൂസർ നെയിം ആണ് കൊടുക്കേണ്ടത്. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം ലൈക്സ് എന്നുള്ള സർവീസ് എടുക്കുകയാണെങ്കിൽ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്, ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക, ഏത് റീലിനാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുക്കുക, സിമ്പിൾ. ഇനി ഫണ്ട് ആഡ് ചെയ്യേണ്ടതാണ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഈ വെബ്സൈറ്റിൻ്റെ താപ്പോട്ട് നീക്കുവന്ന വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്ത് മലയാളികളാണ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നമുക്കിവിടെ ഡെപ്പോസിറ്റ് നൗ എന്നുണ്ട്, ആ ഒരു ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് ഫണ്ട് ആഡ് ആക്കുന്നത്. നമുക്കിവിടെ കറൻറ്റ് ബാലൻസ് 0 ആണ്. നമ്മൾ 30 വരെ ആഡ് ചെയ്ത് 1000 വ്യൂസ് കൂട്ടുമ്പോൾ നമുക്ക് ആ 30 മൈനസ് ആവും. പിന്നെ കൂട്ടണമെങ്കിൽ പിന്നെ ഫണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കൂട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് എങ്ങനെ ഡൺ ആക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. അതിനുവേണ്ടി ഇവിടെ ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സിമ്പിൾ പേജ് ഇതാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു QR പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പം ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ മേളിൽ കണ്ട 2 ബോക്സ് ഉണ്ട് മച്ചന്മാരെ. ഒന്ന് മേളിലൊരു ട്രാൻസാക്ഷൻ ID കൊടുക്കാനുള്ള ബോക്സും താഴെ എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ളതും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ QR വഴി നിങ്ങളിപ്പോൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചോ, ഒരു 30 രൂപ പേയ്മെൻറ്റ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന UTR ID വേണം ഈ മേളത്തെ ബോക്സിൽ എൻ്റർ ചെയ്യാൻ. ശേഷം അവിടെ നിങ്ങൾ ഫോൺ പേ വഴി എത്ര രൂപയാണ് പേയ്മെൻറ്റ് ചെയ്തത് അതും താഴെ എൻ്റർ ചെയ്തിട്ട് പേ കൊടുക്കുക. ഇപ്പം നിങ്ങൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ ട്രാൻസാക്ഷൻ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ മേളിൽ ട്രാൻസാക്ഷൻ ID കൊടുക്കുക, ഗൂഗിൾ പേ വഴി എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തത് അത് എൻ്റർ ചെയ്യുക, പേ കൊടുക്കുക. അപ്പോൾ ഈ ബാലൻസ് വരും. ഇപ്പോൾ നിങ്ങൾ Paytm വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആറിഫ് നമ്പർ ID ആണ് കൊടുക്കേണ്ടത്, അത് മേളിൽ കൊടുക്കുക, എമൗണ്ട് എൻ്റർ ചെയ്യുക, പേ കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. അതായത് ഈ ഫസ്റ്റത്തെ ബോക്സിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ ID എൻ്റർ ചെയ്യുക, എമൗണ്ട് എന്നുള്ള ബോക്സിൽ നിങ്ങൾ എത്ര രൂപയാണ് ഇപ്പോൾ ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്തത് അത് എൻ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പേ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ UTR ID ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഫോൺ പേ വഴി ചെയ്യുമ്പോൾ UTR ID ആണ് മേളിൽ കൊടുക്കേണ്ടത്. ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ID ആണ് മേളിൽ കൊടുക്കേണ്ടത്. Paytm വഴി ചെയ്യുമ്പോൾ ആറിഫ് നമ്പർ ID ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിപ്പോൾ എത്രയാണോ എമൗണ്ട് എന്ന് വെച്ചാൽ ആ എമൗണ്ട് ഇവിടെ താഴെ എൻ്റർ ചെയ്തിട്ട് പേ കൊടുക്കുമ്പോൾ ബാലൻസ് വരും. അത് വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിമ്പിൾ വേ ആണ് കേട്ടോ, അടിപൊളി സൈറ്റാണ്. പിന്നെ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഫോളോവേഴ്സും കാര്യങ്ങളും ഓർഡർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഓർഡർ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലുണ്ട്. അത് കുറേശ്ശെ കൂട്ടാൻ പറ്റും. ഇത് പേയ്മെൻറ്റ് അടച്ചുകൊണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗായ്സ്. ഓക്കെ.